നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിമാരും എടുക്കാത്ത കുറച്ച് നിലപാടുകൾ എടുത്തുകൊണ്ട് തമിഴ്നാട്ടിലെ TVK എന്ന രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന കുറച്ച് സുപ്രധാന ആശയങ്ങളും തീരുമാനങ്ങളെക്കുറിച്ചുമാണ്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ തന്നെ നീണ്ട 50-60 വർഷങ്ങൾ തുടർച്ചയായി ഭരിച്ച DMK, AIDMK പോലുള്ള രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിച്ചുകൊണ്ട് കേവലം 2 വർഷം മാത്രം പ്രായമുള്ള TVK എന്ന രാഷ്ട്രീയ പാർട്ടി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നിരുന്നു. എന്നാൽ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം 1 മാസം തികയുന്നതിന് മുൻപ് തന്നെ എടുത്തിരിക്കുന്ന കുറച്ച് സുപ്രധാനമായ തീരുമാനങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു ഷംലു ഡിക്കോഡ്സ്. ഷംലു ഹിയർ. ജോസഫ് വിജയ് എന്ന ഇളയ ദളപതി സിനിമയിൽ മാത്രമല്ല, തമിഴ്നാട് രാഷ്ട്രീയത്തിലും അവരുടെ ഹൃദയങ്ങൾ കീഴടക്കിയിരിക്കുകയാണിപ്പോൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ അരങ്ങേറിയിരിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കർഷകർക്കായിട്ടുള്ള കുറച്ച് നിലപാടുകളും തീരുമാനങ്ങളും വിജയ് എടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഏറ്റവും സുപ്രധാനമായ കുറച്ച് നിലപാടുകളായിരുന്നു അത്. 5 ഏക്കറിൽ താഴെ ഭൂമിയുള്ള കർഷകരുടെ വായ്പകൾ എഴുതി തള്ളിയിരിക്കുന്നു. രണ്ടാമത്തെ ഒരു സുപ്രധാന തീരുമാനം എന്ന് പറയുന്നത് സിനിമാ മേഖലയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു സംഭാവനയാണ്. അതായത് എല്ലാ ഫാൻ ഷോകൾക്കും വേണ്ടി അനുമതിക്ക് വേണ്ടി സർക്കാരിനെ സമീപിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനമാണ്. അതുമാത്രമല്ല, ഡെയിലി 9 മണി മുതൽ 5 ഷോകൾക്കുള്ള അനുമതിയും നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, തമിഴ്നാടിനെ അപേക്ഷിച്ച് 9 മണിക്കാണ് അവിടുത്തെ ഫാൻ ഷോകൾ തുടങ്ങുന്നത്. അതിനേക്കാൾ മുന്നേ തന്നെ ഈ തമിഴ് സിനിമകൾ കേരളത്തിൽ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കിവിടെ 6 മണിക്കും 4 മണിക്കും 12 മണിക്കും ഒക്കെ തന്നെ ഫാൻ ഷോകളുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തമിഴ്നാട്ടിൽ ഒരു താര ആരാധനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്ന തരത്തിലേക്കും മരണങ്ങൾ വരെയും സംഭവിച്ചിട്ടുണ്ട്. അവിടെ പാലഭിഷേകം പോലുള്ള പരിപാടികളൊക്കെ നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് 9 മണി മുതൽ ഒരു 5 ഷോകൾക്ക് ആദ്യത്തെ ഒരാഴ്ചത്തേക്ക് ഡെയിലി 5 ഷോകൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു മദ്യശാലകൾക്ക് എതിരായിട്ടുള്ള ഒരു നടപടി. അതായത് പബ്ലിക് പ്ലേസുകളിൽ, അതായത് ആരാധനാലയങ്ങളുള്ള സ്ഥലത്ത്, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകൾ തുടങ്ങി മറ്റ് പബ്ലിക് സ്ഥാപനങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ടാസ്മാർക്ക് ഷോപ്പുകൾ, നമ്മുടെ ഇവിടുത്തെ ബിവറേജ് പോലെ ടാസ്മാർക്ക് ഷോപ്പുകൾ അടച്ചുപൂട്ടണമെന്ന ഒരു തീരുമാനത്തിലേക്ക് വിജയ് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് വെറും ഒരു തീരുമാനം മാത്രമല്ല, ഈ ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ ആ തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യം തന്നെയാണ്. അത് വിജയെപ്പോലെ ആദ്യമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഒരു വ്യക്തിക്ക് ഇത് സാധിക്കുന്നു എന്നത് വളരെ അത്ഭുതകരമായ ഒരു സംഭവം തന്നെയാണ്. ഈ നമ്മുടെ രാജ്യത്തുള്ള പൊതുസമൂഹം ഇതിനെ നോക്കിക്കാണുന്നതും അത്ഭുതത്തോടെ തന്നെയാണ്. തമിഴ്നാട്ടിലെ ഈ ടാസ്മാർക്ക് ഷോപ്പ് എന്നൊക്കെ പറയുന്നത് അവർ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നതും അതിനടുത്ത് വെച്ചൊക്കെ തന്നെയാണ്. പല ബസ് സ്റ്റാൻഡുകളും പബ്ലിക് പ്ലേസുകളും നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് മദ്യ കുപ്പികളും അതുപോലെ തന്നെ ഇതിൻ്റെ വേസ്റ്റുകളും ദുർഗന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു നിയന്ത്രണം എന്ന രീതിയിലാണ് വിജയ് ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പള്ളികൾ, അമ്പലങ്ങൾ പോലുള്ള സ്ഥലത്തിനടുത്തുള്ളത് മാറ്റുന്നത് ആ സമൂഹത്തെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ വലിയൊരു ഭാഗമായിട്ട് തന്നെ മാറുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ കേരളത്തെ അപേക്ഷിച്ച് ഈ ബെവറേജ് ഔട്ട്ലെറ്റിൻ്റെ അടുത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കില്ല. എങ്കിലും തമിഴ്നാടിനെ അപേക്ഷിച്ച് അത് ഇച്ചിരി കൂടുതലായതുകൊണ്ടാവാം അവർ അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും ആ ഒരു നിലപാടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ വിജയ് അധികാരത്തിലേറിയപ്പോൾ കോടികളുടെ കടമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എങ്കിലും ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി, അതായത് സർക്കാരിന് കിട്ടേണ്ട ഒരു വരുമാന മാർഗത്തെ തന്നെ ഇല്ലായ്മപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കുക എന്നത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ വിജയെ പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വിജയ് പോലീസ് സേനയോടൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് എത്ര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നുള്ള തരത്തിൽ തന്നെയാണ്. നാലാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ക്രമസമാധാന കാര്യങ്ങളെ പറ്റിയാണ്. അതായത് വിജയ് കഴിഞ്ഞ ദിവസം അവിടെ നടന്ന ഒരു
കൊലപാതകം ഉണ്ടായിരുന്നു, ബലാത്സംഗ കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെയൊക്കെ ശക്തമായ രീതിയിലുള്ള നിലപാടുകൾ വിജയ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബലാത്സംഗം നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അപേക്ഷിച്ച് തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഉത്തരേന്ത്യ മേഖലയിലോട്ടൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യമാണ് ഈ ബലാത്സംഗം എന്ന് പറയുന്നത്. അപ്പം ഇത് സംസ്ഥാനത്ത്, അതായത് തമിഴ്നാട്ടിൽ ബലാത്സംഗം നടന്നു കഴിഞ്ഞാൽ അനുഭവിച്ച ആ പെൺകുട്ടിയേക്കാൾ കൂടുതൽ വേദനയോടെ, 2 ഇരട്ടി 2 മടങ്ങ് വേദനയോടെ തന്നെ ആ റേപ്പിസ്റ്റ് ആയിട്ടുള്ള ആളും അനുഭവിക്കേണ്ടി വരും എന്ന തരത്തിലുള്ള തീരുമാനങ്ങളിലോട്ടാണ് വിജയ് ഈ അടുത്ത ദിവസങ്ങളിൽ പോയിരിക്കുന്നത്. അതിനുള്ള പ്രഖ്യാപനങ്ങളും വന്നിട്ടുണ്ട്. വിജയ് ആദ്യം തൊട്ട് തന്നെ പറയുന്നതാണ്, ഞാൻ പണം കണ്ടല്ല രാഷ്ട്രീയത്തിലോട്ട് വന്നത്, ഞാൻ നിങ്ങളുടെ സഹോദരനാണ് എന്നൊക്കെ അധികാരം ഏൽക്കുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ ഉള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് വിജയുടെ ഭാഗത്തുനിന്ന് ഇപ്പം തമിഴ്നാട് സംസ്ഥാനത്ത് ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തമിഴ്നാടിനെ സംബന്ധിച്ച് ഇപ്പം DMK AIDMK വർഷങ്ങളോളം ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനത്തെ ഇപ്പം TVK പിടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പം അതിനൊപ്പം അവർക്ക് 108 സീറ്റ് മാത്രമായിരുന്നു ഈ TVKയ്ക്ക് ഉണ്ടായിരുന്നത്. അതിലേക്ക് മറ്റുള്ള കോൺഗ്രസ്, CPM, VCK, CPI, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കമുള്ള ചെറുകിട രാഷ്ട്രീയ പാർട്ടികളും TVKയ്ക്കൊപ്പം ചേർന്നപ്പോഴാണ് അവർക്ക് അധികാരത്തിലോട്ട് എത്താൻ സാധിച്ചത്. എന്നാൽ ഈ DMKയുടെ ഒക്കെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ചെറുകിട രാഷ്ട്രീയ പാർട്ടികൾ, അതായത് തമിഴ്നാട്ടിലെ ചെറിയ പാർട്ടികളാണ് ഈ മന്ത്രിസഭയിലൊന്നും ഒരു സ്ഥാനം കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ വിജയുടെ മന്ത്രിസഭയിൽ TVK അപ്പോൾ വേണ്ട പരിഗണന നൽകിയിട്ടുണ്ട് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം മാതൃകാപരമായ ഒരു ശൈലിയാണ്, രീതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ, നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ നിലനിൽക്കുന്ന മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ TVKയും അതിൻ്റെ സംഘടനാ സംവിധാനവും വിജയും അടക്കമുള്ളവർ ചെയ്യുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്, മാതൃകാപരമാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ വിജയ് കർഷകർക്ക് നൽകിയ ഈ ഒരു തീരുമാനങ്ങളായാലും സംഭാവനകളായാലും ഈ സിനിമാ മേഖലയ്ക്ക് നൽകിയ സംഭാവനകളായാലും ഈ ക്രമസമാധാനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നടപടികളായാലും ഒക്കെ തന്നെ ഒരു സംസ്ഥാനം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സമൂഹം എന്ന നിലയിൽ ആ സമൂഹത്തെ ഒന്നിച്ച് നിർത്തിക്കൊണ്ട് ഒരു പ്രശ്നങ്ങളുണ്ടാവാതെ ഏറ്റവും നല്ല രീതിയിൽ ആ സംസ്ഥാനത്തെ ജനങ്ങൾ ജീവിക്കണമെന്ന വലിയൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ച് അവരുടെ ജനങ്ങൾ അത് ഏത് തരത്തിൽ ഉൾക്കൊള്ളുന്നു എന്നത് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നില്ല. എങ്കിൽ കൂടിയും നോർമലി നമ്മൾ നോക്കുമ്പോൾ അവരതൊക്കെ മനസ്സിലാക്കി അത് ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നമുക്ക് ഇത്തരത്തിൽ ഈ കാര്യങ്ങളെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ തന്നെ ഒരു 2 വർഷം കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലെത്തുക, രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട്, 1 വർഷം കൊണ്ട് ചിലപ്പം സീറ്റ് പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിട്ടുണ്ടാവാം. എങ്കിൽ പോലും ഈ 2 വർഷം കൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് എത്തുക എന്ന തരത്തിലേക്കൊരു രാഷ്ട്രീയം രൂപീകരിച്ച് അതിൻ്റെ ഐഡിയോളജി ജനങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ തന്നെ ആ ജനങ്ങളത് ഏറ്റെടുക്കുന്നു എന്നതൊക്കെ മറ്റെങ്ങും നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അത് മുമ്പ് കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും ഈ 2 വർഷം കൊണ്ട് ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നത് അത് വിജയെപ്പോലുള്ള ഒരു പ്രമുഖനായ ഒരു ആക്ടർ എന്ന ഒരു സ്വാധീനം കൂടെ ജനങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഫലമായിട്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. തമിഴ്നാടിനെ സംബന്ധിച്ച് തമിഴ്നാട്ടിലെ കർഷകർക്കും അവിടെ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും മറ്റുള്ള എല്ലാ തൊഴിൽ മേഖലയിൽ കാണപ്പെടുന്ന ആൾക്കാർക്കും ഒക്കെ തന്നെ ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നതെന്ന് ആ ജനങ്ങൾക്കും നമ്മുടെ രാജ്യത്തിനുമൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. കാരണം അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്, അടിസ്ഥാന ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊന്നും നടക്കാൻ സാധ്യതയുള്ളതല്ല എന്ന കാര്യങ്ങളെ പോലും വളരെ ക്രിയാത്മകമായ രീതിയിൽ ചെയ്തുകൊണ്ട് അതിന് വേണ്ട പരിഗണന നൽകി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് ഇപ്പം TVK എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ വിജയുടെ TVK എന്ന രാഷ്ട്രീയ പാർട്ടിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ പറ്റി നിങ്ങളുടെ വിലയിരുത്തലുകൾ എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സുമായി നമ്മൾ ഇനി വീണ്ടും എത്തും.
ഷംലു ഡി കോട്സ് സൈനിങ് ഓഫ്.